ഇന്ന് ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ഓശാന പെരുന്നാളോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. നാൽപ്പത് ദിവസത്തെ നോമ്പിന് ശേഷം യേശുക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണയാണ് ഓശാന പെരുന്നാളിലൂടെ ക്രൈസ്തവർ പുതുക്കുന്നത്. യേശുക്രിസ്തുവിനെ യഹൂദർ ഒലീവിലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറാഴ്ചയിലെ ശുശ്രൂഷകൾ. വിശ്വാസികൾ കുരുത്തോലയുമേന്തി ദേവാലയങ്ങൾക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തി. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നു. കണ്ണൂർ തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഓശാന തിരുനാൾ ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് കത്തീഡ്രലിൽ കുരുത്തോല പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ശുശ്രൂഷകൾക്ക് ബിഷപ്പ് തോമസ് നെറ്റോ മുഖ്യ കാർമ്മികത്വം നൽകി. കുരുത്തോലയുമായി വിശ്വാസികൾ നഗരത്തിൽ പ്രദക്ഷിണം നടത്തി. വഴി കുരിശിൽ പങ്കുചേർന്ന് ഈ കുരുത്തോലകൾ അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഇടുക്കിയിലും ദേവാലയങ്ങളിൽ ഓശാന ഞായറാഴ്ചയോടനുബന്ധിച്ച തിരുക്കർമ്മങ്ങൾ നടന്നു. ഓശാന പെരുന്നാളോടെ സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഠാനുഭവ വാരത്തിന് തുടക്കമായി. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയിർപ്പ് തിരുനാൾ എന്നിവയാണ് വിശുദ്ധവാരത്തിലെ പ്രധാന ചടങ്ങുകൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.